ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള ഊണ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ചെറിയ രീതിയിൽ ഒരു സാധാരണ മോൾ എണീറ്റു കേട്ടോ. അടുക്കളയിട്ട് പോകാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്കും ന്യൂ മോൾ എണീറ്റു. ഇനിയിപ്പോൾ ഏട്ടൻ കടയിൽ പോയിരിക്കുന്നതാണ്. ഇപ്പോൾ വരുമ്പോൾ അപ്പുചേട്ടൻ്റെ കയ്യിൽ കുട്ടീനെ കൊടുത്തിട്ട് നമുക്ക് ഉച്ചക്കത്തെ കാര്യം നോക്കാം. ഹലോ, അപ്പോൾ അപ്പുചേട്ടൻ കടയിൽ നിന്ന് വന്നു, കുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി അടുക്കളയിലെ കാര്യം നോക്കാം. ഇത് നങ്കി മീനാണ് കേട്ടോ. നങ്കി മീൻ എന്നൊക്കെ പറയും. ഇത് ഉണക്കമീനാണ്. നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കറി വെക്കാൻ പോണേ. പപ്പായ നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത് അതും കറി വെക്കാം. മീനും കൂടി വെക്കാനാണ് വിചാരിക്കണം. ഇതാട്ടോ മീൻ. മസാലയൊക്കെ പുരട്ടിയിട്ട് വറുക്കാൻ വെച്ചു. വറുത്തിട്ട് നമുക്ക് പപ്പങ്ങ കറി വയ്ക്കാൻ വിചാരിക്കുന്നു. നോക്കുക, തലയൊക്കെ കളഞ്ഞ് ഞാനപ്പോൾ നോക്കുക. മീന് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഇപ്പോൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പ് മീനായതുകൊണ്ട് ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും. പിന്നെ പപ്പായ നമ്മൾ മഞ്ഞൾ പൊടിയും ഉപ്പ്, പച്ചമുളക്, സവാള, വെളുത്തുള്ളിയൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ അരച്ചിട്ടാൽ മതി. ലാസ്റ്റ് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ അടുക്കളയിൽ തീരെ വെട്ടമില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വെട്ടം കിട്ടണില്ല. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. 2-3 ദിവസമായിട്ട് നിൽക്കാത്ത മഴയാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇനി ആകുമ്പോൾ പോയി നോക്കിയാൽ മതിയല്ലോ ജസ്റ്റ്. അവിടെ നിന്ന് എടുത്ത വീഡിയോയ്ക്കൊന്നും തീരെ വെട്ടം കുറവാണ്. ലൈറ്റ് ഇട്ടിട്ടും കൂടി അവിടെ വെട്ടം കിട്ടണില്ല. പച്ചപ്പപ്പായ കറി വെച്ചോടെ റെഡി ആയിട്ടാ. അതിലോട്ട് തേങ്ങ നന്നായിട്ടുണ്ട്. ലാസ്റ്റ് തൈരൊക്കെ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കറീനോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ കടുക് താളിച്ചില്ല ഞാൻ. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പപ്പായ വേവിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരിക്കുമ്പോൾ അതിലൊരു നുള്ളു കടുക്, ജീരകം, വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ 2 ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് ലാസ്റ്റ് തൈര് ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാൻ മേൽക്കൂടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ ശരിയായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ട് ഇനി ഒരു പിടി പിടിക്കണം. അപ്പം ഞാൻ അപ്പുചേട്ടന് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ചോദിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടാ? നന്നായിട്ടുണ്ട്. ഇല്ല, നന്നായിട്ടില്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.